ഇതുവരെ കിട്ടില്ല ഏറ്റവും വലിയ നോട്ട് 10 രൂപ. ഈ പ്രാവശ്യം ഒരു നോട്ടെങ്കിലും കിട്ടിയില്ലേ? കഴിഞ്ഞ പ്രാവശ്യം നല്ല ആട്ടായിരുന്നു. എന്തായാലും കുറച്ച് വീട്ടിലൂടെ കയറാം. എടാ ഈ വീട്ടിൽ കയറി പിരിക്കുന്ന അത്ര കാര്യമുള്ള കാര്യമൊന്നുമല്ല. അല്ല ബ്രോ, അവരിപ്പോൾ ഈ പൈസ എന്തിനാ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കുത്തിരി പിടിക്കുന്നു മേടിക്കും, അത്രേ ഉള്ളൂ. ആകെപ്പാട് എണ്ണിപ്പറക്കി ഒരു 200 രൂപ കാണും. ഇതുകൊണ്ട് എന്ത് കണി കാണിക്കാനാടാ? എന്നാ പിന്നെ നമുക്ക് ഈ കാശ് കൊണ്ട് പുട്ടടിച്ചാലോ? പോടാ, പുട്ടടിക്കുന്നൊക്കെ മോശം. നമുക്ക് 2 പെക്കടിക്കാം. അത് നൈസായി. അല്ല ലവന്മാരെന്ത് ചെയ്യും? അവന്മാരുടെ ഇനി വല്ലതും തടഞ്ഞോ എന്തോ? അവന്മാരിത് എവിടെയാണ്? ദേ വരുന്നു. ഇത് നമ്മുടെ ക്ലബിന്റെ മെയിൻ കൊണാണ്ടർമാരാ. നീ ഒരു ബഹുമാനമൊക്കെ കൊടുത്തേരാ കേട്ടോ. എന്തൊരവസ്ഥയാടേ. ഈ പയ്യനേതാ? ഇവൻ നമ്മുടെ പുതിയ മെമ്പറാ. നമ്മുടെ ക്ലബിൽ ചേരണമെന്നും പറഞ്ഞ് വന്നയാ. വെൽക്കം ടു കാലാവസ്ഥ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ബ്രോ. താങ്ക് യു ബ്രോ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ ഞാനും മമ്മിയേ ഉള്ളൂ. അപ്പം പപ്പ ആർമിയിലായിരുന്നു. അത് ലോങ് സ്റ്റോറി ആയിരുന്നു. ഒരു 4 months മുമ്പ് പപ്പ ഓടിക്കറിയത് വാർസൂണിലേക്കാണ്. ചെന്ന് പെട്ട ഒരു സ്കോഡിൻ്റെ ഫുള്ള് അവന്മാർ അറഞ്ചം പുറഞ്ഞ് പപ്പ അടിച്ച് നോക്കൗട്ട് ചെയ്തു. പാവം ഒന്ന് റിവൈവ് ചെയ്യാൻ പോലും ആരുമില്ലാതെ പുള്ളിക്കാരൻ സ്പോട്ട്. ഒരു മെഡിക്കറ്റ് പോലും ഇല്ലായിരുന്നു. നോ, സോ സാഡ്. അത് പോട്ട്. എടാ നമുക്ക് ഏതാണ്ട് ഇവിടെ 2-3 വീടും കൂടെ ഉണ്ട്. അവിടെയും കൂടെ കയറിട്ടോ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ. ബാ. എടാ ഈ വീട്ടിലത് പുതിയ താമസക്കാരാണല്ലോ കേട്ടെ. ഭഗീരഥൻ പിള്ള അങ്ങനെ എന്താണ് അയാളുടെ പേര്? ഭഗീരഥ പിള്ളയോ? ഓ, പേര് കേട്ടാലേ അറിയാം 5ന്റെ കാശിറക്കാത്ത ആളാണ്. എന്തായാലും വന്ന് സ്ഥിതിക്ക് നമുക്കൊന്ന് കയറി കണ്ടേറ്റുണ്ടോ? ഹലോ, ആരുമില്ല ഇവിടെ? ഞങ്ങളിവിടുത്തെ ക്ലബിലെ പിള്ളേരായിരുന്നു. അത് നാളെ വിഷു അല്ലേ, അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള പിരിവിന് വന്നായിരുന്നു. ഓ, പിരിവിന് വന്നതാണ്. ഇവിടെ പിരിവൊന്നുമില്ല. പോക്കോ എന്റെ 5 കൊല്ലം. 1 2 3 4 5. എന്റെ അടുത്ത് 5 കൊല്ലം. പിരിവിന് വന്നതാണല്ലേ? വിഷുവിന്റെ. ഞാൻ വേറെന്തോ വിചാരിച്ചു. പിരിവ് ഞാൻ തരാം. സന്തോഷായില്ലേ? സന്തോഷം. ഇല്ലല്ലോ, ഒന്നുമില്ല. പിള്ളച്ചൻ പൊളിച്ച്. ആ 500 പോയി. പിള്ളേച്ചാ, ഓ നാളെ നിങ്ങൾക്കൊരു സ്പെഷ്യൽ കണിയാട്ടാ. ആയിക്കോട്ടെ, ശരിയെന്ന്. ഞാൻ കണ്ടത്ര സ്പെഷ്യൽ കണിയൊന്നും ഇല്ല. ആരും കണ്ടിട്ടുണ്ടാകത്തില്ല. ചട്ടി. എന്തായി ഇവിടെ? സമയം 4 മണിയായി. ആദ്യം തന്നെ നമുക്ക് പിള്ളേച്ചന്റെ വീട്ടിൽ കൊണ്ട് കണി കാണിക്കാനുള്ളത്. വേഗമായിട്ട് എടാ, ഇത്രയും കിള്ളൻ കണി പിള്ളേച്ച എന്തായാലും പ്രതീക്ഷിക്കത്തില്ല. ഇത് കാണിച്ചിട്ട് വേണം അങ്ങേരെ കൊണ്ട് അടുത്ത വർഷം ഇരട്ടി കാശ് നമുക്ക് മേടിക്കാൻ. നല്ല ഓൾ സെറ്റ്. ഇനി നമ്മുടെ കൃഷ്ണനും കൂടി മാത്രം വന്നതാണ്. അല്ല, കൃഷ്ണനെ വിളിക്കുമ്പോ ജാഫറിനെ കണ്ടില്ലല്ലോ. അല്ലേ, ജാഫർ വന്നില്ലെങ്കിൽ കൃഷ്ണൻ കറക്റ്റ് സമയത്തേക്ക് വരും. കൃത്യനിഷ്ഠ. അത് അവനെ കഴിഞ്ഞിട്ടുള്ളൂ മറ്റാരും. നടന്നാ മതിയായിരുന്നു. എന്തുവാ പണിവാളി. ഇന്നലെ രാത്രി കൃഷ്ണൻ ആ ഫാത്തിമേനെയും കൊണ്ട് മുങ്ങി. ആ കെബീർക്കയുടെ മോള്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മതസൗഹാർദ്ദത്തിനെ പറ്റി അളിയും പൊലമ്പിയപ്പോഴേ എനിക്കെന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയത്. നിർത്ത്. നമുക്ക് സെറ്റ് ചെയ്തേ പറ്റൂ. അടുത്ത് എന്ത് ചെയ്യണം ആലോചിക്കും. ചേട്ടാ, എന്റെ വീട്ടിലൊരു കൃഷ്ണന്റെ ഫോട്ടോ ഉണ്ട്. നമുക്ക് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പോട്ടെ. ഫോട്ടോ നീ എടുത്തിട്ട് വാ. വേഗം പോയിട്ടോ. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ സമയം വെച്ച് നമ്മൾ വളരെ നേരത്തെയാണ് ഈ പ്രാവശ്യം. എടാ, നീ നോക്കിക്കാ വിളക്ക്. ഓ, ഞാനത് മറന്നു. കണി കൊണ്ടുവന്നിട്ടുണ്ട്. പതുക്കെ കണ്ണടച്ചിട്ട് പറഞ്ഞേ. കണിയാണോ? അതെ, കണി. പതുക്കെ സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് നോക്കി ഇറങ്ങണേ.
ഇല്ല കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരട്ടെ. നിക്കട്ടെ. തുറന്നോ. ഇതേതാ ഈ പട്ടാളം? മേരാ പിതാജി. ചിലരുടെ ഇവിടെ കൊണ്ടുവച്ചേ മാറിപ്പോയെന്ന് തോന്നുന്നേ. അന്ന് ചന്തി ഇന്ന് പുരുഷു അടുത്ത എത്താനാവും. പിള്ളേച്ച ഒരു വട്ടം കൂടെ കണി കാണുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഫോട്ടോ നീ എടുത്തിട്ടോ വേഗം പോയിട്ടോ. ആശ കണ്ടും പോയി. ഇത് ചെയ്യാനായത് കൃഷ്ണ.